7-ാം വയസ്സിൽ അച്ഛന്റെ പകരക്കാരനായി തുടക്കം. തബലയെ വിശ്വത്തോളം ഉയർത്തിയ മഹാപ്രതിഭ. അനുശോചിച്ച മുഖ്യമന്ത്രിയും. ജനിച്ചപ്പോൾ മുതൽ സാക്കിർ ഹുസൈന്റെ കാതുകളിൽ നിറഞ്ഞു കേട്ടത് തബലയുടെ താളമാണ്. അച്ഛന്റെ കൈപിടിച്ച് സംഗീത ലോകത്തേക്ക് ചുവടുവെച്ചു. വിരലുകൾ കൊണ്ട് തബലയിൽ തീർത്ത മാന്ത്രികത അദ്ദേഹത്തെ ലോകത്തിന്റെ ഉസ്താദാക്കി. 4 ഗ്രാമി അവാർഡുകൾ സ്വന്തമാക്കിയ അദ്ദേഹം ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ സംഗീതത്തിന് അഭിമാനമായി മാറി. സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിൽ വെച്ചായിരുന്നു ലോകപ്രശസ്ത തബല മാന്ത്രികനായ സാക്കിർ ഹുസൈന്റെ അന്ത്യം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായ സാക്കിർ ഹുസൈൻ മരിച്ചതായി വാർത്തകൾ പ്രചരിച്ചെങ്കിലും കുടുംബം നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് രാവിലെയോടെ കുടുംബം തന്നെയാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത്. 1951 മാർച്ച് 9 മുംബൈയിലെ സംഗീത കുടുംബത്തിലാണ് സാക്കിർ ഹുസൈൻ ജനിച്ചത്. വിഖ്യാത തബലിസ്റ്റ് ഉസ്താദ് അല്ലാരഖ ഖാനായിരുന്നു അച്ഛൻ. തബലയുടെ താളത്തിനൊപ്പമായിരുന്നു സാക്കിർ ഹുസൈന്റെ കുട്ടിക്കാലം. 7-ാം വയസ്സിൽ ആദ്യമായി ലോകം സാക്കിർ ഹുസൈനെ കേട്ടു. അച്ഛന്റെ പകരക്കാരനായാണ് സാക്കിർ ഹുസൈൻ ആദ്യമായി വേദിയിൽ കയറുന്നത്. 12-ാം വയസ്സിൽ സംഗീതത്തിന്റെ സ്വതന്ത്രയാത്ര ആരംഭിച്ചു. ആ വിരലുകളുടെ മാന്ത്രികത ലോകത്തെ അമ്പരപ്പിച്ചു. സംഗീതരംഗത്തെ അതികായന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. കുട്ടിക്കാലം മുതൽ നിരവധി പ്രമുഖർക്കൊപ്പം അദ്ദേഹം തബല വായിച്ചു. മഹാനായ സിത്താർ വാദകൻ ഉസ്താദ് അബ്ദുൾ ഹലീം ജാഫർ ഖാൻ, ഷഹനായി ചക്രവർത്തി, ബിസ്മില്ല ഖാൻ എന്നിവരോടൊപ്പം തബല വായിക്കുമ്പോൾ 12 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 18-ാം വയസ്സിലാണ് സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം കച്ചേരി അവതരിപ്പിച്ചത്. കേരളത്തിലെ പെരുവനം കുട്ടന്മാരാർക്കൊപ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കുമൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. മലയാളത്തിലെ വാനപ്രസ്ഥമടക്കമുള്ള ഏതാനും സിനിമകൾക്ക് സംഗീതം നൽകി. 4 തവണ ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1988 പത്മശ്രീ ബഹുമതി ലഭിച്ചു. 2002 പത്മഭൂഷണും 2023 പത്മവിഭൂഷണും ലഭിച്ചു. പ്രശസ്ത കഥക് നർത്തകി അന്റോണിയ മിനേക്കോളയാണ് ഭാര്യ. അതേസമയം സാക്കിർ ഹുസൈന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. സംസ്കാരങ്ങളും ഭാഷകളും രാജ്യാതിർത്തികളും കടന്ന് ലോകമാകെയുള്ള സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളെ കീഴടക്കിയ തബല വിദ്വാനാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനക്കുറിപ്പിൽ എഴുതി.